പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്കിപ്പോൾ പല്ല് ചെറിയ ഇളക്കമുണ്ട്, അതല്ലെങ്കിൽ പല്ല് ചിലപ്പോൾ കേട് വന്ന് കുറേയൊക്കെ പോയിട്ടുണ്ട്, ആ പല്ലുകളൊക്കെ എടുത്തു കളയുക. പല്ല് എടുത്തു കളയെന്ന് പറഞ്ഞാൽ ആ പല്ലുകൾ ഒരിക്കലും സേവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സാൽവേജബിൾ ആകുമ്പോൾ മാത്രമേ നമ്മൾ ആ പല്ലുകൾ എടുത്തു കളയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ പല്ലുകൾ വേരായിട്ടിരിക്കുകയാണ്, നമ്മുടെ പല്ല് നല്ല വേര് പോലെയായി, നമ്മുടെ റൂട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ പല്ലിന് നല്ല ബലമുണ്ട്. എങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ആങ്കോർ ട്രീറ്റ്മെന്റ് വഴി ആ പല്ലുകൾ നിലനിർത്താൻ സാധിക്കും. അതേസമയം ആ പല്ലിന് ആട്ടം ഉണ്ടെന്നുള്ളൂ, പക്ഷേ ആ പല്ല് നമുക്ക് നിർത്താൻ സാധിക്കും. നമുക്ക് മോണരോഗത്തിന്റെ ചികിത്സ ചെയ്ത് ആ പല്ലുകളുടെ ആ ചുറ്റുമുള്ള അഴുക്കുകൾ നീക്കം ചെയ്ത് ആ പല്ലിൽ നമുക്ക് ബോൺ ഗ്രാഫ്റ്റ് ഇട്ട് നിങ്ങൾക്ക് ആ പല്ലുകൾ നിർത്താൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ പല്ലുകൾ തന്നെ നിങ്ങൾക്ക് കുറെ കാലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പലരും പറയുന്നതെന്ന് വെച്ചാൽ പല്ലുകൾ എടുത്തു കളഞ്ഞതിന് ശേഷം ഫുൾ പല്ലുകൾ എടുത്തു കളഞ്ഞിട്ട് ഫുൾ ഇംപ്ലാന്റ് വെച്ചാൽ ലൈഫ് ടൈം ഗ്യാരണ്ടി. ഇംപ്ലാന്റിന് നമുക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടിയോ അങ്ങനെയൊന്നും അല്ല വരുന്നത്. നമുക്ക് ഇംപ്ലാന്റ്സ് ഇപ്പം എല്ലാ പല്ലുകളും എടുത്ത് ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത് ആ രോഗി അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് കാലാകാലം നിൽക്കുകയുള്ളൂ. അതായത് ഇപ്പൊ രോഗിക്ക് ഡയബറ്റിക് ആണെങ്കിൽ ആ ഡയബറ്റിക് എന്ന് പറയുന്ന ആ അസുഖം അവർ കൺട്രോൾഡ് നിർത്തണം, വെൽ കൺട്രോൾഡ് ആയിരിക്കണം. അതേസമയം ആ രോഗിക്ക് മോണരോഗമുണ്ട്, ആ മോണരോഗം ഉണ്ടെങ്കിൽ ആ രോഗി മോണരോഗത്തിനുള്ള ക്ലീനിങ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ സ്മോക്കിംഗ് ഉള്ളവരാണെങ്കിൽ ആ സ്മോക്കിംഗ് എന്ന് പറഞ്ഞ ഹാബിറ്റ് ഒഴിവാക്കണം. അതുപോലെ ഡ്രിങ്ക്സ് ഉള്ളവരാണെങ്കിൽ അത് ഒന്ന് കൺട്രോൾ ചെയ്യണം. അതുപോലെ നമ്മൾ ശരീരത്തിൽ മൊത്തത്തിൽ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്താൽ മാത്രമേ ഈ ഇംപ്ലാന്റ് എല്ലാം ലൈഫ് ലോങ് ആയിട്ട് നിൽക്കുകയോ. അല്ലാണ്ട് ഇംപ്ലാന്റ് വെച്ച് പല്ലെടുത്ത് കഴിഞ്ഞ് ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത് ജീവിതകാലം മൊത്തം പിന്നെ പല്ലിന്റെ കാര്യത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്നൊരു സ്ഥിതിയല്ല ഉള്ളത്.